ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം. അന്ന് ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സാറാന്ന് തോന്നുന്നു. സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞ. ഞാൻ ഓടിയോട് ചെന്നപ്പോൾ സാർ പറഞ്ഞു, ഞാൻ നിന്റെ കാര്യം മറന്നുപോയെന്ന്. ഞാനങ്ങ് ആ നിമിഷം ഭൂമി തീർന്ന് ഞാൻ തീർന്ന് നമ്മൾ ആലോചിക്കുകയായിരുന്നു. നല്ല രീതി അന്ന് ജോജോ സാറുണ്ട്, പ്രജോജ് ചേട്ടനോട് എല്ലാവരും ഉണ്ടെന്ന്. അവസാനം വന്ന് എന്നെ തല്ലാൻ വേണ്ടി വടിയും കൊണ്ട് ഓടി വന്നപ്പോഴാണ് സാർ ഓടി നിന്ന് കെട്ടിപ്പിടിച്ച്. അപ്പം ഞാൻ കുറച്ച് മീനെടുത്ത് ഉണക്കി 2 ബംഗാളിയും പിടിച്ച് നിർത്തി വർക്ക് തുടങ്ങി. മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാവരും പോയി ചാവടിച്ചിട്ട് വാ ഓർ. രാജേഷ് ചേട്ടാ നമസ്കാരം. ഈ സിനിമയിൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിന്റെ പേര് വാലായിട്ടോ തലയായിട്ടോ കിട്ടുന്ന അപൂർവം ചില വ്യക്തികളിൽ അല്ലെങ്കിൽ അഭിനേതാക്കളിൽ ഒരാളാണ് കോബ്ര രാജേഷ്. ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു ആദ്യ ചിത്രം. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് സിനിമകളുടെ ഭാഗമായിരുന്നു, അണിയറ പ്രവർത്തകനായിരുന്നു. അതെ അതെ. ആ ജീവിതകഥ പറഞ്ഞിട്ട് നമുക്ക് പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളെ പറ്റി ചോദിക്കാം. ഞാൻ ഈ കൊച്ചിലോട്ട് സിനിമ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, അഭിനയമായിരുന്നു തലെ. അപ്പം അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞ പ്രകാരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് വരികയും നാട്ടുകാരനൊരു വ്യക്തിയുടെ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞ്, ഇപ്പം അഭിനയമല്ല നിനക്ക് വേണ്ടത്, നീ സിനിമ പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ പഠിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഈ അസിൻ്റെ ഒരാൾക്കെന്ന് വിചാരിച്ചു. സംഭവം എന്തോ അദ്ദേഹം സിനിമ പഠിക്കുക കറക്റ്റായിട്ട് ഈ പ്രൊഡക്ഷൻ പോയി ആകാൻ പറഞ്ഞു. അങ്ങനെ സിനിമയിൽ പ്ലേറ്റ് കഴി അന്ന് യൂണിയനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് ഏതാണ്ട് 17ാമത്തെ വയസ്സിലാണ് വരുന്നത്. ഈശ്വരൻ കണ്ണുറക്കുന്നുണ്ട് 38ാമത്തെ വയസ്സിലാണ്. എങ്ങനെ? കാരണം അങ്ങനെ ഞാൻ പറയാം, ഈ അവസരങ്ങളില്ലായിരുന്നു. നമ്മൾ അഭിനയിക്കാൻ ചെന്ന പക്ഷെ അവസരമില്ല. ഈ മൃഗയ അതുപോലെ തന്നെ അമരം ഒരുപാട് സിനിമയിൽ. കാരണം എനിക്കതിനെ ഓർമ്മയില്ല. അന്ന് എവിടെയൊക്കെ പോയി ഷൂട്ടിങ് സ്ഥലം പോലും എനിക്ക് ഉള്ളിൽ ചെന്നില്ല. പക്ഷെ അന്നല്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ സിനിമയിൽ ഏത് മേഖലയാണെങ്കിലും അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം, എന്നാൽ നമുക്കൊരു ഇതുണ്ടാകും. പക്ഷെ അവിടെ കറക്റ്റ് കർമ്മം കറക്റ്റാണെങ്കിൽ ഈശ്വരൻ പൊക്കും. എന്നാൽ ഈശ്വരൻ എനിക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ നിന്നുകൊണ്ട് എനിക്കൊരു സിനിമ വന്ന് ആക്ഷൻ ഹീറോ ബിജു കഥാപാത്രം തന്നു. എങ്ങനെയാ കഥാപാത്രം കിട്ടുന്നത് അത് ചോദിക്കണമല്ലോ. ഈ ഏഷ്യാൻ്റെ കോമഡി എക്സ്പ്രസ് എന്ന വഴി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ബിനിമുരളിച്ചേരനുണ്ട്. ബിനിമുരളിച്ചേരൻ എനിക്ക് അവിടെ സാറിനോട് പറയുന്നു. പക്ഷെ അതിലും ഒരു സംഭവമുണ്ട്. അവിടെ ആ സിനിമയിൽ ഞാൻ ചെന്നപ്പോൾ സാർ എന്നെ കണ്ടു. സാർ പറഞ്ഞ് താടിയും മുടിയൊക്കെ വളർത്താൻ പറഞ്ഞു. കാരണം ഞാൻ താടിയും മുടിയൊക്കെ വളർത്തി. അങ്ങനെ വളർത്തി എനിക്ക് അന്ന് ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സാറാന്ന് തോന്നുന്നു. സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞു ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന കാര്യം. പക്ഷേ ഈ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഷൂട്ട് തീരാറായിരുന്നു. ഞാൻ ഓടിയോട് ചെന്നപ്പോൾ സാർ പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം മറന്നുപോയെന്ന്. ഞാനങ്ങ് ആ നിമിഷം ഭൂമി തീർന്ന് ഞാൻ തീർന്ന് നമ്മൾ ആലോചിക്കുകയായിരുന്നു. സാറെ കുഴപ്പമില്ല, ഒരു ചെറിയൊരു തരികിട ഞാനും നിവിൻ പോളി അവരുടെ അറിയത്തുള്ളൂ, നീ ഇത് കളിച്ച് നീ ഓക്കെയാണ് നിനക്ക് വേഷം തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ സിനിമയിലെ മേക്കപ്പ് എനിക്കിട്ട് നരപ്പിച്ച് ഒരു മഞ്ഞ ഷർട്ടും തന്നു. അപ്പം നീ ഇവിടെ കുടിയനായിട്ട് വേഷം ചെയ്യണം, എന്നിട്ട് നീ കുടിയനായിട്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിനക്കൊരു വേഷം തരില്ല, വണ്ടിക്ക് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം എൻ്റെ മുന്നിൽ അതെന്ത് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാനൊരു കുടിയനായിട്ട് വേഷം ചെയ്ത് അങ്ങനെ 10-20 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് ആർക്കും എന്നെ മനസ്സിലായില്ല. ഇന്ന് അവസാനം വന്നപ്പം ആ സ്ഥലത്ത് ആർക്കും മനസ്സിലായില്ല. അപ്പം നേരത്തെ ഓൾറെഡി ഞാൻ വന്നപ്പോൾ ഈ ചാനൽ ഒന്നും എന്നെ അറിയാം. പക്ഷെ ഇത് ആർക്കും മനസ്സിലായില്ല. എന്നെ പിടിക്കുന്നൊരു കിളവൻ എന്നെ പിടിച്ച് ഉന്തുന്നുകൊണ്ട് പോയി. അവസാനം നല്ല രീതി അന്ന് ജോജോ സാറുണ്ട്, പ്രജോജ് ചേട്ടനോട് എല്ലാവരും ഉണ്ടെന്ന്. അവസാനം വന്ന് എന്നെ തല്ലാൻ വേണ്ടി വടിയും കൊണ്ട് ഓടി വന്നപ്പോഴാണ് സാർ ഓടി നിന്ന് കെട്ടിപ്പിടിച്ച്. എന്നിട്ട് പറഞ്ഞ് തല്ലരുത്, നമ്മുടെ സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യുന്ന രാജേഷ് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ആക്ഷൻ ഹീറോ വിജയിൽ. അല്ല, അടിക്കാനായിട്ട് വരാനുള്ള കാരണം അവിടെ തലമുണ്ടാക്കിയോ? അവിടെ പ്രശ്നമുണ്ട്. അവിടെ ഒരു കുടിയൻ എൻ്റെ വിഷയം ഇതാണ്. അവിടെ 2 മാർ നിൽപ്പുണ്ട്. അതായത് നിങ്ങൾ ആ സിനിമയിൽ ഇവരെ കള്ളു കുടിക്കത്തില്ല, ആ 2 പേരുണ്ട്. അപ്പം അവരോട് ഞാൻ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പം ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ഇവന്മാർ എൻ്റെ നിന്ന് മദ്യം മേടിച്ച് കുടിച്ചു ഓരോപ്പേക്ക്, എനിക്ക് ഇവിടുത്തെ ആഹാരം തരാമെന്ന് പറഞ്ഞു, എനിക്ക് തരണം. അങ്ങനെ വിഷയം ഉണ്ടാക്കി. ഭയങ്കര വിഷയമായിരുന്നു. എല്ലാവരും വിശ്വസിച്ച്. അയാൾ സാർ പക്ഷേ അടി കിട്ടിയനെ പുറത്തു നിന്നാളാ കൂടി വന്നു. ഈ മറ്റാൾ സെക്യൂരിറ്റി നിർത്തല്ലോ, ഒന്നും അടിക്കാനോ ഇത് പൊക്കാനും ഞാൻ ഇവിടെ തന്നെ സാറിനെ കെട്ടിപ്പിടിച്ച്. ജീവിതം ഒരിക്കലും ആ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? പറയാം. ഓവറോ എത്ര ഓവറായി ഇപ്പോൾ ആരാ വാറ്റ് ചെയ്യുന്നേ? ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? കോബ്രയോ? എടാ കോബ്രയല്ല, കിങ് കോബ്ര. ആമ്പലത്തെ നിന്നെ കേരള പോലീസിലെടുത്ത് മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാവരും പോയി ചാവടിച്ചിട്ട് വാ ഓർ. ഏറ്റവും മികച്ചൊരു വേഷം ഇപ്പോൾ കുടുംബശ്രീ കുഞ്ഞാടിലും ചെയ്യുന്നുണ്ട്. കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ മതി, ഈ ആക്ഷൻ ഹീറോ ബിജിന് ശേഷം എനിക്ക് കിട്ടിയ ശക്തമായ കഥാപാത്രമാണ്. കാരണം ഞാൻ പോലും ഒരുപാട് കള്ളന്മാർ ചെയ്തിട്ടുണ്ട്. ഈ കള്ളൻ എല്ലാവരും വന്ന് കാണേണ്ട ഒരു കള്ളനാണ്. കാരണം സാധാരണ ആക്ഷൻ ഹീറോ ബിജിയിൽ പോലീസുകാരെ വട്ടം ചുറ്റിക്കുന്ന ഒരു കള്ളനാണ്. പക്ഷെ ഇതിനകത്ത് പോലീസുകാരനായിട്ട്
ഫീൽഡിൽ ഇറക്കുന്ന ഒരു കള്ളനാണ്, ഒരു വ്യത്യസ്തമാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഇന്നുവരെ അങ്ങനെ ഞാൻ സ്ഥലം ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഭാവി തകർക്കുന്ന ആ പോലീസുകാരനാണ്. അങ്ങനത്തെ വ്യത്യസ്തമായിട്ടൊരു കള്ളനാണ്. ഒരുപാട് സന്തോഷം തോന്നി. മീൻ കച്ചവടവുമായിട്ട് വീണ്ടും ജീവിക്കാനായിട്ട് ഉണ്ടായിരുന്നു. കോവിഡ് നമ്മളിപ്പം നമ്മളൊക്കെ ഈ സിനിമയിൽ നട്ടിട്ടുള്ളൂ, വളർന്നിട്ടില്ല. അപ്പോൾ കോവിഡ് സമയത്ത് മൊത്തം പ്രശ്നമായിരുന്നു, സാമ്പത്തികമായിട്ട് വലിയ വിഷയമായിരുന്നു. അപ്പം ഞാൻ പടിഞ്ഞാറൻ മേഖലയായിരുന്നു. അപ്പം അച്ഛൻ മരിച്ചുപോയി. പിന്നെ എനിക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവരെ പോറ്റണം. ഞാൻ സെലിബ്രിറ്റി ആകുമ്പോൾ വീട്ടിൽ നിന്ന് കാര്യമില്ല. കടക്കാരൻ ഞാൻ സെലിബ്രിറ്റിയാണ്, അങ്ങിരിക്കുമോ? പിള്ളേർക്ക് പാല് വേണം, അങ്ങിരിക്കത്തില്ല. അപ്പം ഞാൻ ഒന്നും നോക്കില്ല. പടിഞ്ഞാറ് ശരിക്കും ഉണക്കമീനുണ്ട്. ഞാൻ പണ്ട് ചെയ്ത തൊഴിൽ തന്നെ, ശരിക്കും ഉണക്കമീനുണ്ട്. ഉണക്കമീൻ അപ്പം ശരിക്കും മീൻ കയറുമ്പോൾ മീനിൻ്റെ വില കുറയും. അപ്പം ഞാൻ കുറച്ച് മീനെടുത്ത് ഉണക്കി 2 ബംഗാളിയെയും പിടിച്ച് നിർത്തി വർക്ക് തുടങ്ങി. ഈശ്വരകാരനും കൂടി ഞങ്ങൾ ഉണക്കിയിട്ട് അത് പാക്ക് ചെയ്ത് കുറേ കടകളിൽ കൊണ്ട് കൊടുക്കും. ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഓട്ടക്കകത്ത് കൊണ്ട് കൊടുത്തു. അവിടെ കുഴപ്പമില്ലായിരുന്നു. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നും അതറിഞ്ഞ് എനിക്ക് നിവിൻ പോൾ സാറാണ് കുറേ പേരൊക്കെ അറിഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്ത്. അതൊക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കോവിഡ് സമയത്ത് ആ ഒരു ഉണക്കമീൻ കച്ചവടം കൊണ്ട് എനിക്ക് കുറേ സിനിമ പിന്നെയും കിട്ടി. അതും വലിയ ഉപകാരമാണ്. കോവിഡ് കൊണ്ട് ഉണക്കമീൻ കച്ചവടം എനിക്ക് പിന്നെ കുറച്ച് സിനിമ കിട്ടി. അക്ഷയ് ഹീറോ ബിജുവിന് ശേഷം നല്ല അപ്രിസിയേഷൻ കിട്ടിയ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഫാമിലി ആയിട്ടാണോ പോയി കണ്ടത്? അല്ല, സിനിമ ഫാമിലിയായിട്ട് പോയി കണ്ടത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അതിൽ നിന്നും കുറച്ച് കൂടുതലുണ്ട്, ആക്ഷൻ കറി വിജയിലും കുറച്ച് കൂടുതലുണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ പറഞ്ഞ്, എൻ്റെ മക്കൾ ഭയങ്കര ചിരിയാണ്. കാരണം എൻ്റെ മക്കളെ, കാരണം ഒരച്ഛനെ തല്ലുമ്പോൾ ഒരിക്കലും മക്കൾ ചിരിക്കുമോ അല്ലേ? പക്ഷേ ഈ സിനിമയിൽ എന്നെ തല്ലുന്നുണ്ട്, അവർ മക്കൾ ചിരിച്ച്. അത് നിങ്ങൾ കാണാൻ മനസ്സിലാവും. അപ്പോൾ അവരോട് അച്ഛാ അത് കൊള്ളാം. കാരണം ആക്ഷൻ ഹീറോ വിജയിൽ എന്നെ മേജർ ജീവ് സാർ എന്നെ ഇടിക്കുന്ന സീനുണ്ട്. ഇല്ല, സാറിന് തെറിയറിയത്തില്ല. അതിനുവേണ്ടിയാണ് അത് മൂട്ടിയത് കാണുക. അത് സാറില്ല. സാറ് കുറേ തെറി പറഞ്ഞോളൂ, സാർ വിളിച്ചില്ല, സാറിൻ്റെ പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് സാർ എന്നെ ചവിട്ടുന്നുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ മക്കൾ ഇതായിപ്പോയി. അത് സത്യമാണ്. പക്ഷേ ഇത് കണ്ടപ്പം എൻ്റെ മക്കൾ ചിരിച്ച്. അത് സീൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, സീനുണ്ട്. അപ്പോൾ ഞാൻ പറയാം, എനിക്കിപ്പം ആദ്യം എനിക്ക് ആക്ഷൻ ഹീറോ ബിജു തന്നെ ആണ് എൻ്റെ ഇത് രണ്ടാമത്. പക്ഷേ എനിക്ക് അതിനുശേഷം എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ 2-3 ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞു. എൻ്റെ നാട്ടുകാർ പക്ഷേ എല്ലാവരും ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിൽ കോബ്രയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇരുട്ടി യന്ത്രനാണ് എനിക്ക് കിടാൻ പോകുന്നത്. കാരണം ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി ഇരുട്ടി യന്ത്രം കൊള്ളാമെന്ന്. ഈ വഴിയൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത്, പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ കോബ്രയോ എന്ന് ചോദിച്ച കാര്യം കളിയാക്കാറുണ്ട് ഒരുപാട് പേര്. ഞാൻ ഈ റോഡൊക്കെ പോകുമ്പോൾ പോലീസുകാർ ഈ വലസുണ്ടെങ്കിൽ അപ്പോൾ എന്നെക്കാൾ ഇങ്ങനെ തമാശ കാണിക്കും, ഇങ്ങനെ കാണിക്കും, അങ്ങനെയുണ്ട്. പിന്നെ കൊച്ചു പിള്ളേർ വിളിക്കുന്ന കൊപ്ര രാജേഷ് എന്ന് വിളിക്കും, കൊപ്ര രാജേഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു വളരെ സന്തോഷമാണ്. എനിക്കിപ്പോൾ രാജേഷ് എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഈ മെമിറിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കുറേ സ്റ്റാർസിൻ്റെ വോയിസ് പിന്നെ മെയിനായിട്ട് എക്കോ ഇട്ട് പാടുന്ന ഒരു സംഭവമാണ്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഈ ആക്ഷൻ ഹീറോ ബിജു 2-ലുണ്ടോ? ഇല്ല, അത് ഞാൻ ഫസ്റ്റുള്ള. അപ്പോൾ സാറിന് എന്നെ വിളിപ്പിച്ചിരുന്നു. വിളിച്ച് കുറച്ച് കാര്യം സംസാരിച്ച്. ഇത് പുറത്ത് പറയാൻ ഇല്ല. സാർ കുറേ കാര്യം സംസാരിക്കും. അപ്പം ചിലപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്ന കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് അറിഞ്ഞത് ഞങ്ങൾ പഴയ ആൾക്കാർ ആരും ഇല്ലെന്നുള്ള അറിഞ്ഞത്. പക്ഷേ എന്താ സാറിൻ്റെ തീരുമാനമാണ്. എൻ്റെ നമ്മളെ സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നു പറയാണ്, ഷൈൻ സാർ എൻ്റെ ദൈവം തന്നെയാണ്. തുറന്നു പറയാം, എൻ്റെ ദൈവം തന്നെയാണ്. കാരണം എന്നെപ്പോലെ ഒരുത്തിന് അങ്ങനെ വേഷം തന്ന സാറിൻ്റെ ദൈവം. ഇന്നും കോബ്ര രാജേഷ്. ഇപ്പം നാളെ ഇപ്പം ഈ എൻ്റെ ചന്ദ്രങ്കിരി ക്ലിക്കാണെങ്കിൽ എൻ്റെ മഹേഷ് സാറ് രണ്ടാമത്തെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു. ഞാൻ സാറിന് ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ സാറിന്.